ഹലോ എവരി വൺ, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എൻ്റെ സൺഡേക്ക് 2 സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ചർച്ച് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ചർച്ചിലേക്ക് പോകാൻ നമുക്ക് ട്രെയിൻ കയറണം. എവിടെ പോകാനാണെങ്കിലും ട്രെയിനിൽ തന്നെ ട്രാവൽ ചെയ്യണം. കണ്ടോ, ഫുള്ള് സ്നോയാണ്. റെയിൽവേ ട്രാക്കൊക്കെ സ്നോയിൽ മുങ്ങിക്കിടക്കാണ്. ഞാൻ ഈ സൈഡിൽ കൂടെ പതുക്കെ പിടിച്ച് ആണ് നടക്കുന്നത്. കാരണം ഫുൾ ഐസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒന്നും മെൽറ്റായിട്ടില്ല. അപ്പോൾ നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ 1-2 പ്രാവശ്യം വീണിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ ജർമ്മനിയിൽ വന്നിട്ട് ബൂട്ട്സ് വാങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ ബൂട്ട്സ് ഇട്ടവരും വീണിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഷൂ കൊണ്ട് തന്നെ നടന്ന് പഠിക്കുകയാണ്. അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നു. ഒരു 7 സ്റ്റോപ്പുണ്ട് ഇവിടുന്ന്. ജർമ്മനിയിൽ ബെർലിനിൽ തന്നെയാണ് ഈ സെൻറ്റ് ക്ലെമൻസ് ചർച്ച്. അപ്പോൾ നല്ല മനോഹരമായ മഞ്ഞു കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അത് തന്നെ വീണ്ടും കണ്ട് ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചർച്ചിൽ പോകാൻ. കാരണം ഫസ്റ്റ് കാര്യമെന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് തന്നെ ഒന്ന് മനസ്സിലാവണം, പ്രാർത്ഥിക്കണം ആ ലാംഗ്വേജിൽ തന്നെ. അങ്ങനെ പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല അച്ഛനാണ്. നല്ല ഫ്രണ്ട്ലി ടോക്കാണ്. നമ്മളെപ്പോലെ ഒരാൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അച്ഛനും പ്രസംഗത്തിലൊക്കെ സംസാരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് കുർബാന കഴിയും, അധികം വലിച്ചു നീട്ടൊന്നുമില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാനൊന്ന് കുറച്ച് ലേറ്റായി, റെഡിയാവാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് കുർബാന ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ രണ്ടാമത്തെ റീസൺ സൺഡേ ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഇവരാണ്. എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ജസ്ലിൻ, ക്രിസ്റ്റീന, ഡിജോ, അങ്ങനെ എല്ലാവരുമായിട്ട് ഹാപ്പിയായി. അങ്ങനെയാണ് എൻ്റെ സൺഡേ. അപ്പോൾ വരുന്ന വീഡിയോസിൽ കാണാം. താങ്ക് യു, ബൈ.